ഉത്തരാഖണ്ഡ് മലയാളി സമാജത്തിന്റെ ശ്രീ ദിനേശ് നമ്മൾ ഇന്നലെ സംസാരിച്ചു. ദിനേശ് കുറിച്ച് ശ്രീ ദിനേശ് അവിടുന്ന് ഉത്തരകാശിയിൽ നിന്നും ഗംഗോത്രിയിലേക്ക് പോവുകയായിരുന്നു. 28 മലയാളി സംഘം, 8 പേർ കേരളത്തിൽ നിന്നുള്ളവർ, ബാക്കി ഡൽഹിയിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരുടെ ഫോണൊക്കെ ഇപ്പോൾ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. നമുക്ക് മലയാളി സമാജത്തിന് ഇവരെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ശ്രീ ദിനേശ്? ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ 8 പേര് മലയാളികളുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. പക്ഷെ അവരെല്ലാം സേഫ് ആണ്, ആർക്കും ഒരു കുഴപ്പമില്ല. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ടെലിഫോൺ ടവേഴ്സ് എല്ലാം തകർന്ന കാരണം ആരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് സംസാരിച്ചിട്ടുണ്ട്. അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. 8 പേര് മലയാളികളാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഒരു കംപ്ലീറ്റ് ബസ് ഡൽഹിയിൽ നിന്ന് വന്നാണ്. ആ ബസ്സിൽ അവർ സേഫ് ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ? വിവരം കിട്ടിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ കിട്ടിയിട്ടുണ്ട്. അവർ സേഫ് ആണ്. ഓൺലി ലാൻഡ് സ്ലൈഡും എല്ലാം കാരണം ബസ് അവിടെ കുടുങ്ങി കിടക്കുകയാണ്. 8-10 മണിക്കൂറായിട്ട് കുടുങ്ങി കിടക്കുക. അത് ജില്ലാ ഭരണകൂടം അത് ആധികാരികമായി അവരുടെ അറിവിൽ നിന്ന് തന്നെ പറയുന്നതാണല്ലേ? അറിവെന്ന് പറയുന്നതാണ്. ഞാൻ രാവിലെ സംസാരിക്കുന്ന നോർക്കയിൽ നിന്ന് അവർ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട്. അപ്പോൾ അവർ പറയുന്നത് ആധികാരികമായിട്ട് അവരെല്ലാവരും സേഫാണ്. ആസ് ഓഫ് നൗ ഒരു പ്രശ്നമില്ല. അവർ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം അവരുടെ ചാർജ് എല്ലാം കഴിഞ്ഞു, മൊബൈലിൽ ചാർജ് കഴിഞ്ഞു. പിന്നെ ഇത് ടവർ എല്ലാം ഒരുപാട് ടവർ കണക്ടിവിറ്റി പ്രശ്നം, ഈവൻ ഡെറാഡൂണിലും കണക്ടിവിറ്റി പ്രശ്നമുണ്ട്. ഈ മാത്രമല്ല മറ്റേ ഗംഗോത്രിയിലുള്ള റോഡ് മുഴുവൻ ഓൾമോസ്റ്റ് കട്ട് ഓഫ് എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലേ? ഈവൻ ഋഷികേശിന് പോകുന്ന വഴിക്കുള്ള റോഡ് കൂടി കട്ട് ഓഫ് ആയിരിക്കുന്നു. എല്ലാം പോവാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അത്രയധികം മോശമായിരിക്കുന്നു. ഇന്ന് റെഡ് അലേർട്ടുമാണ്. കംപ്ലീറ്റ് എല്ലാ ഫുൾ ഉത്തരാഖണ്ഡിൽ റെഡ് അലേർട്ടാണ്. അതായത് നമ്മുടെ ശ്രീ ദിനേശ്, നമ്മൾ 8 പേരല്ല, 8 പേർ കേരളത്തിൽ നിന്നുള്ള മലയാളി ഉള്ളവരാണ്. ബാക്കി 20ഓളം പേർ മൊത്തത്തിൽ ഡൽഹിയിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും ഒക്കെ ചാർധാം യാത്ര എന്ന് നമുക്കറിയാലോ. ആ യാത്രയ്ക്ക് പോയിട്ടുള്ള വലിയ മലയാളി സംഘമാണ്. അത് 8 പേർ കേരളത്തിൽ നേരിട്ടുള്ളവരാണ് എന്നുള്ള 8 പേർ എന്ന് പറയുന്നത്. അപ്പോൾ ആ വണ്ടി, അവരുടെ വാഹനം സുരക്ഷിതമാണ് എന്ന് സംസ്ഥാന അഡ്മിനിസ്ട്രേഷൻ പറയുന്നുണ്ടല്ലേ? അതെ, അവര് വാഹനം സുരക്ഷിതമാണ്. പക്ഷെ അവർക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. കാരണം അവരുടെ എല്ലാ റോഡെല്ലാം ബ്ലോക്ക് ആയ കാരണം അവർ കുടുങ്ങി കിടക്കുകയാണ്. പക്ഷെ അവർ സേഫ് ആണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. അവര് ഈ വഴിയിൽ എത്രത്തോളം അങ്ങ് ഗംഗോത്രിക്ക് അടുത്ത് എത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ രാവിലെ 8:30 ഉത്തരകാശിയിൽ നിന്ന് പുറപ്പെട്ടവരാണ്. അപ്പോൾ അവര് കുറെ ദൂരം പോയി എന്നാണോ അറിയാൻ കഴിയുന്നത്? അതെ, ഉത്തരകാശിയിൽ നിന്ന് കുറച്ച് ദൂരം പോയിട്ടുള്ളൂ. പക്ഷെ അവിടെ എല്ലാ സ്ഥലത്തും റോഡെല്ലാം കംപ്ലീറ്റ് കട്ട് ഓഫ് ആയിരിക്കുകയാണ്. അത് കാരണമാണ് പ്രശ്നം. അത് കാരണമാണ്. പക്ഷെ അവർ സേഫ് ആണ്. അതാണ് എനിക്ക് കിട്ടിയ വിവരം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം കിട്ടിയത് സേഫ് ആണ്. ഓ യെസ്, ഗുഡ്. താങ്ക് യു ദിനേശ്. ആൻമരിയ തുടരുന്നുണ്ട് ആ ബന്ധുവിന്. അപ്പോൾ നമ്മൾ അവിടുത്തെ മലയാളി സമാജത്തിന്റെ അവിടുത്തെ നേതാവാണ് ശ്രീ ദിനേശ്. ദിനേശിന് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം ദേ ആർ സേഫ്. പക്ഷേ അവർ കുടുങ്ങിക്കിടക്കാണ്. അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്. അവരെ ലൊക്കേറ്റ് ചെയ്ത് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്ന് പറഞ്ഞേക്കൂ ആൻ. ഹാഷ്മി, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അവരോട് സംസാരിച്ചു. അവിടെയുള്ള മലയാളി സമാജത്തിലെ ഒരാളുമായിട്ട് സംസാരിച്ചു. അവർ സേഫാണ്, പക്ഷേ കുടുങ്ങിക്കിടക്കുമാണ്, പക്ഷേ അവർ സേഫാണ് എന്നാണ് പറയുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. കാരണം അവർ സേഫാന്ന് അറിഞ്ഞതിൽ ദൈവത്തിന് നന്ദി. നിങ്ങൾ പ്രത്യേകിച്ച് 24 ചാനലിനോട് പ്രത്യേകം നന്ദി. നിങ്ങൾ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റാത്തൊരു വിഷമമാണ് ആ കുടുംബം അറിയിക്കുന്നത്. പക്ഷേ അവർ സേഫാണ് എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമാണ് ഇപ്പോൾ നമ്മളോട് ആ കുടുംബത്തിലുള്ളവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് പോയത് 2 പേരും, പിന്നീട് തിരുവനന്തപുരം, കായംകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയ 8 മലയാളികളും, പിന്നെ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള 20 മലയാളികൾ. അങ്ങനെയാണ് 28 പേര് ഈ ടൂർ പാക്കേജിന് വേണ്ടിയിട്ട് പോകുന്നത്. അവർ 10 ദിവസത്തെ ടൂർ പാക്കേജിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്നലെ രാവിലെയാണ് അവസാനമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചത്. പിന്നീട് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് അവർ നമ്മളോട് 24-ഉമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നീട് നമ്മൾ അവരോട് കൂടുതലായിട്ട് സംസാരിക്കുന്നു, നമ്മളും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയും അവരെ വീണ്ടും ബന്ധപ്പെടാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഹാഷ്മി കുടുംബം. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ ഗംഗോത്രിയിലേക്കുള്ള അല്ലെങ്കിൽ ചാർധാമിലൊക്കെ ആ ഏരിയയിൽ പെടുന്ന 100 റോഡുകൾ, ഒന്നുമല്ല മേജർ ഹൈവേസ് അടക്കം ചെറിയ റോഡുകളടക്കം 100 റോഡുകൾ ഓൾമോസ്റ്റ് കട്ട് ഓഫ് എന്നാണ് കണക്ക്. അപ്പോൾ ഓർത്തു നോക്കണം എത്രത്തോളം വലിയ ഗതാഗത പ്രതിസന്ധിയാണെന്ന്. അതിലെവിടെയോ ഇവർ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ അവർ സേഫാണ്. അവർക്ക് വേറെ മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ സേഫാണ് എന്ന് അവിടുത്തെ ജില്ലാ ഭരണകൂടം ആധികാരികമായി നമ്മുടെ മലയാളി സമാജത്തെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ തിരികെ എത്തിക്കാൻ കഴിയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.